രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണ ആത്മാ രാമ ഭൂപതേ രാമകഥാമൃതപാന പൂർണ്ണ ആനന്ദസാരാനുഭൂതിക്ക് സാമ്യമില്ലേതു സാരിക പെയ്തലേ ചൊല്ലു ചൊല്ല് ഇനിയും ചാരുരാമായണ യുദ്ധം മനോഹരം യുദ്ധം ആകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കെട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിന ചന്ദ്രാനനെ ചെവിതന്നു മുത രാമചന്ദ്ര ചരിത്രം പവിത്രം ശൃണു പ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനേക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിൽ ആരുടെ മുതൽ അരുൾ ചെയ്തത് അതരാൽ ദേവകളാലും അസാധ്യമായുള്ളൊന്ന് കേവലം മാരുതി ചെയ്തതോർക്കും ഇത് ചിത്തെ നിരൂപിക്ക പോലും അസഖ്യമാം അബ്ദി സതയോജനായതശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു അബ്ദിശതയോജനായതമാശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്ന് ലങ്കയോ ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനുമെങ്ങും ഒരു നാളുമില്ല എന്ന് നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിധിയെ കടം നീടുന്നു. നക്രമകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയേ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയോ ഭസ്മീകരിച്ച വിളംബിതൻ രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവികയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരർ ഇക്കാണായ വാനര സഞ്ജയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാൻ ഉപായം പാർക്ക നേരം ഇനി കളയാതെ രഘുപതി
ലങ്കയിൽ ചെന്നു നാം ബുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാൻ എന്നു നിർണയുന്നു. ലോകത്രയത്തിങ്കൽ ആരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണി അസ്ത്രീണ ശോഷണം ചെയ്തു ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതി. ഭക്തിശക്തിയന്വിതം മിത്രപുത്രോക്തികൾ ഇത്തമാകർണ്യകാകുൽസ്ഥനും തക്ഷണേ മുമ്പിലമ്പാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിന ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ. കോട്ട മതിൽ കിടങ്ങ് എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവൻ എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ച് അരുളിയേടിനൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതമതിൽ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ട് 700 യോജന പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതിശോഭിതമായി 17 നിലകളും. അങ്ങനെ തന്നെ ഉള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഉണ്ട് ഒരുപോലെ. 7നും 4 ഗോപുരപംക്തിയും ചൂഴമായി 28 ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി. ചൊല്ലുവാൻ വേലയന്ത്ര പാലപംക്തികൾ അണ്ടർകൊണ്ടിക്കിലെ ഗോപുരം കപ്പതിനുണ്ട്. നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരർ ഉണ്ട് 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4 അർത്ഥമുണ്ട് ഉഗ്രതയോടു നടുവു കാത്തിടുവൻ. അന്തഃപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ട് അതിൽ ഇരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിത അലങ്കാരഭേദമാദം ഗാപകം പറയാവതല്ലനന്ദനും. തൽപുരം തന്നിൽ നീലത്തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ.
പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവികേയും കണ്ടുകൂപ്പിനൻ അങ്കുലീയം കൊടുത്താസു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ട് അടയാളവാക്യവും കേട്ട് വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയൻ പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നേടിനൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യം ഒടുക്കി വേഗേന പോയി കാലെ ദശമുഖനെ കണ്ടു ചൊല്ലിയേൻ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനൻ തന്നുടെ ഭൃത്യരോട്, ഇപ്പോഴേ കൊല്ലുക വൈകാതിവനേകെന്ന്. അന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനൻ അഗ്രജൻ തന്നോടും ആദരാൽ. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ, ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ അയക്ക. അടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനൻ വാലധിക്കഗ്നി കൊടുത്തുവാൻ. അപ്പോൾ ദശാനനൻ ചൊല്ലിനൻ വാലധിക്കഗ്നി കൊളുത്തുവൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തീർ. അപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ച് 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മനവ ലങ്കയിലുള്ള പടകിൽ 4 ഒടുക്കിയൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനി കാലവിളംബനം നന്നല്ല. പോകാ പുറപ്പെടുക ആശുനാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹൽ പ്രസ്ഥാനമാസു. ഒരു വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്ക് ശങ്കാപകം ലംഘനം ചെയ്ത് നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന ഓം കൃതിക്കു തീർത്തു. സങ്കരാന്തേബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം. പങ്കജനേത്ര പരംപുരുഷ പ്രഭോ ഹരേ. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തു, കഞ്ചവിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടക്കുൽപ്പന്നബോധം പുറപ്പെടുകവേ. എവരും നക്ഷത്രം ഉത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമം ഹതിപ്രദം
ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമീ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവം. വൻപരം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാദി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറി മൽപിൻപേ സുമിത്രാത്മജൻ അംഗതോപരി. സുഗ്രീവൻ എന്നെ പിരിയാതെ അരികവേ നിർഗമിച്ചിടുക. മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗപകൻ ഗപാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവിധനു പങ്കജ സംഭവ സൂനു സുഷേണ. തുങ്കനും നളനും ശതബലിധാരനും ചൊല്ലുള്ള വാനരൻ നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുക ഏതുമേ വൈകരുത്. ആടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിന. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ച് ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാവേഗൽ നടന്നു തുടങ്ങിന. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതു പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വബലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈല ശരീരികളാകിയ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും മഹേന്ദ്ര അചലാന്തികെ മറുവീടിന മാരുതി തന്നുട കണ്ട ദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേക കണ്ടമർന്ന സൗമിത്രികൻ പാരിലിടൻ വണങ്ങിനൻ അഗ്രഹം. പാരിലിടൻ വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വരിധീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നുടെ പശ്ചിമതീരം പ്രവേശിച്ചത്. അപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തത് അസുനാം വാരിയുമൊത്ത് സന്ധ്യാവന്ദനം ചെയ്ത് വരനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരും നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണം. ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാ വിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ
ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനൻ പർവ്വതാഗ്രേ രഘുനാഥനും വനരവൃന്ദം മകരാലയം കണ്ട് മാനസേ ഭീതി കലർന്നു മരുവിന നക്ര ചക്രൗക ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നതതരം ഗാഢം അഗാധം ഇതുത്തരണം ചെയ്വതിന് അരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാരാമപാർശ്വേ മരുവിനാൻ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷ ഭയക്രോധലോപാദികൾ സൗഖ്യ മതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാന രൂപമായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിനം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമി സംപ്രതി നിത്യം ആനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാവരൻപുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെ ഓർത്തൽ അബുധന്മാരുടെ മതം അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാം നിധിക്കു വടക്കെക്കരവന്ന് വാരിധി പോലെ വരം നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം ബുക്കിരും നേടിനാൻ ആദിതേയ സുരേന്ദ്രാദികൾ അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ച് നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്ന് ഇവിടെ ചെയ്ത കർമ്മങ്ങളാരും അറിയാതിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഉക്കോടുവന്ന് അകമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞോരു ദീനത കൂടാതഴിച്ചാൻ ഉപവനം നക്തഞ്ചരന്മാരെയും വധിച്ച് എന്നുടേ പുത്രനം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടു പൊടിച്ചു സമുദ്രവും ലംഘനം ചെയ്തു സങ്കടമെന്നീ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമം ഇല്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദി തന്നുത്തര തീരെ മരുവുന്നാൾ കർത്തവ്യമെന്തു നമ്മാലിനിയെന്നതും ചിത്തെ നിരൂപിച്ച് കൽപ്പിക്കാൻ നിങ്ങളും മന്ത്രി വിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്ത് ഇനിയും മമഹിതം
നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതു നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നേതമം, ഇത്തം ത്രിവിധമായുള്ളു വിചാരവും. സത്യം ഇതം ഇതം ദുസ്സാധ്യമാം ഇതം, സത്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വട്ടമൊടിഞ്ഞു തോന്നിയിടുന്നതും മുത. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ന് ദൃശ്യം എന്നും ഉറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുക. ഓരോരോ തരം പറഞ്ഞ് ഊനങ്ങളുള്ളതു തീരുവാനായി പ്രതിവാദിച്ച് അനന്തരം നല്ലതിതെന്ന് ഐകമധ്യമായവരുമുള്ളിലുറച്ചു കൽപ്പിച്ച് പിരിവത്. മധ്യമമായുള്ള മന്ത്രം അതെന്നിയേ ചിത്ത അഭിമാനീന താൻ പറഞ്ഞതും സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞു അത് ബോധിച്ചു മറ്റേവനും പറഞ്ഞ് ഈശയ കാലുഷ്യചേതസാ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം നിന്ദയും പൂണ്ട് പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോന് അധമം അതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നും നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കെട്ടളവ് ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നു നന്ന് എത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചിതു മാനസേ. മർത്യനാം രാമങ്ങൾ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരികെ പുര യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വ വിനശപ്യ പത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും. പുത്രനാമേഘനിധാതൻ നിതോർക്കനീ വിത്തേശനെ പുര യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോര് ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളം. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ? കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവും. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ? മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റലരാരു മറ്റുള്ളത് ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്ന് പൊറുക്കുന്നു, മാനവന്മാരെ കൊണ്ട് എന്ത് ചൊല്ലിയേണമോ? കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ?
മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സി ത്രൈലോക്യവാസികളെല്ലാം ഭവത്ബലമാലോക്യ ഭീതി കലർന്നു മരുകുന്നു. മാരുതി വന്നിവിട ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാമൊന്നുപേക്ഷിക്ക കാരണം ഏതുമൊരാമയമെന്നിയെ പോയിക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനുമറിഞ്ഞാകിൽ എന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരു പ്രതിജ്ഞയും ചൊല്ലിന. മാനമോടിം നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ല എന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി